പൊട്ടിപ്പൊളിഞ്ഞ് ഏത് സമയവും നിലം പതിക്കാവുന്ന അവസ്ഥയിൽ ഒരു അങ്കണവാടി കെട്ടിടം. കോഴിക്കോട് അങ്കോളിയിലെ വേളൂർ അങ്കണവാടിക്കാണ് ഈ ദുരവസ്ഥ. കുഞ്ഞുങ്ങളുടെ ജീവന് പോലും സുരക്ഷയില്ലാതായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പഴകി ദ്രവിച്ച ചുമരുകൾ, ചോർന്നൊലിക്കുന്ന മേൽക്കൂര, ഒരു ചെറിയ മഴ പെയ്താൽ തറ നിറയെ വെള്ളമാകും. പിൻവശത്തുള്ള ബാത്റൂമിലും സൗകര്യങ്ങളില്ല. വഴി അഴുക്കും വഴുക്കും നിറഞ്ഞത്. കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു അങ്കണവാടിയിലെ കാഴ്ചകളാണിത്. അത്തോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്താണ് ശോചനീയാവസ്ഥയിൽ അങ്കണവാടിയുള്ളത്. എന്നിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാരും രക്ഷിതാക്കളും പറയുന്നു. മഴക്കാലം വന്നു കഴിഞ്ഞാൽ മഴ പെയ്ത് ഈ ബിൽഡിങ്ങിന്റെ പിന്നിലുള്ള ചുമരിലൂടെ വെള്ളം ഊർന്നൊഴുകിയ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ ഭയമാണ്. മഴ പെയ്യുന്ന സമയത്ത് ഒരു കാറ്റടിച്ചാൽ അല്ലെങ്കിൽ ഒരു മഴ പെയ്താണെങ്കിൽ കുട്ടികൾക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു ശോചനീയാവസ്ഥയ്ക്കെതിരായിട്ട് ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആവശ്യമായ അധികൃതരുടെ ഭാഗത്തൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഈ അംഗനവാടിയുടെ പ്രവർത്തനം ഒരു ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ഞങ്ങൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയാണ്. മഴ പെയ്താൽ വെള്ളം തെറിച്ചു വീഴുന്നത് വൈദ്യുതി ബോക്സിലേക്കാണ്. ഇത് വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഇവരുടെ പേടി. വൃത്തിഹീനമായ അവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് രോഗം പിടിപെടുമോ എന്ന ആശങ്കയും രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കുമുണ്ട്. മക്കളിപ്പോൾ ഒരാഴ്ചയായി അംഗനവാടിയിൽ വരാണ്ട്. അംഗനവാടിയിൽ കെട്ടിടത്തിൻ്റെ ബാക്ക് ഭാഗത്തുനിന്ന് വെള്ളം വന്നിട്ട് ഇവിടെ കുട്ടികൾക്ക് പല ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഈ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പഞ്ചായത്തിൽ ഇതിനെപ്പറ്റി സംസാരിക്കലും അപേക്ഷ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ വർഷവും ഒരു ഫണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ ഫണ്ട് വെച്ചിട്ടുണ്ട്, ചെയ്യാൻ അങ്ങനെ പറഞ്ഞ് ഓരോ വർഷവും അങ്ങനെ നീണ്ടുപോയത്. ഹെൽപ്പറും വർക്കറും ഇവിടെ എന്നും വരുന്നുണ്ട്. കുട്ടികളില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രയാസം തന്നെയാണ്. മക്കളെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നുണ്ട്. പരിഹാരം കാണേണ്ടവർ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അങ്കണവാടിയിലേക്ക് അയക്കാൻ തന്നെ രക്ഷിതാക്കൾ മടിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പൊട്ടിപ്പൊളിഞ്ഞും പൊടിപിടിച്ചും ആളനക്കമില്ലാത്ത പഴയ കെട്ടിടമല്ല. ഇതൊരു അങ്കണവാടിയാണ്. കളിച്ചും ചിരിച്ചും പഠിച്ചും കൊച്ചുകുട്ടികൾ വളരേണ്ട ഇടം. മാറണം ഈ കാഴ്ച, ഒരുക്കണം അടിസ്ഥാന സൗകര്യങ്ങൾ. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.